ഇക്കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ദയനീയ ഫോമിലായിരുന്നു ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ നേടിയ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അതിദയനീയമായിരുന്നു. ഓസ്ട്രേലിയയിൽ ഇത്തവണ കളിച്ച 9 ഇന്നിംഗ്സുകളിൽ 23.75 ബാറ്റിംഗ് ശരാശരിയിൽ 190 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത്. ഇതോടെ ടെസ്റ്റ് ടീമിൽ നിന്ന് കോഹ്ലിയെ ഒഴിവാക്കാൻ സമയമായി എന്ന തരത്തിൽ ആരാധകർ ചർച്ചകളും തുടങ്ങി. അടുത്ത വർഷം ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര വരാൻ പോകുന്നത്. ടെസ്റ്റിൽ സമീപകാലത്ത് മോശം റെക്കോർഡുള്ള കോഹ്ലി ഈ പരമ്പരയ്ക്ക് മുമ്പ് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഫോമിലെത്താൻ കൗണ്ടി മത്സരങ്ങൾ കളിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നടക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് കൗണ്ടി ക്രിക്കറ്റിൽ കളിക്കാൻ കോഹ്ലിക്ക് കഴിയില്ലെന്ന് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര അവസാനിച്ചതോടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് ശേഷം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്ന കോഹ്ലി ഇതിനുശേഷം IPLലും പങ്കെടുക്കും. മെയ് അവസാനമായിരിക്കും IPL ഫൈനൽ. IPLന് ശേഷം ഇന്ത്യൻ ദേശീയ ടീമിന്റെ ആദ്യ ദൗത്യം ഇംഗ്ലണ്ടിലാണ്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നടക്കുന്നത് ജൂൺ 20-നാണ്. IPL ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിനുമിടയ്ക്ക് 3 ആഴ്ചയിൽ കൂടുതൽ സമയം ബാക്കിയുള്ളതിനാൽ കോഹ്ലി കൗണ്ടിയിൽ കളിക്കും എന്നതായിരുന്നു സൂചന. എന്നാൽ കൗണ്ടി ചാമ്പ്യൻഷിപ്പിലെ 7ാം റൗണ്ട് മത്സരങ്ങൾ മെയ് 22 മുതൽ 26 വരെയാണ് നടക്കുക. ഇതിനുശേഷം കൗണ്ടി ടീമുകൾ T20 ബ്ലാസ്റ്റ് കളിക്കാൻ പോകും. കൗണ്ടി ചാമ്പ്യൻഷിപ്പിലെ 8ാം റൗണ്ട് മത്സരങ്ങളാകട്ടെ ജൂൺ 22-നാണ് ആരംഭിക്കുക. IPL ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിനുമിടയിൽ കൗണ്ടി മത്സരങ്ങൾ ഇല്ലാത്തത് കോഹ്ലിയുടെ മുന്നൊരുക്ക പദ്ധതികളെ ബാധിക്കുമെന്ന് സാരം. ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലിക്ക് പക്ഷേ 2020-ന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര മികച്ച റെക്കോർഡല്ല ഉള്ളത്. 2020 മുതൽ കളിച്ച 39 ടെസ്റ്റ് മത്സരങ്ങളിൽ 2028 റൺസ് മാത്രമാണ് കോഹ്ലിയുടെ സമ്പാദ്യം. 3 സെഞ്ചുറികൾ മാത്രമാണ് ഈ കാലയളവിൽ കോഹ്ലി നേടിയിട്ടുള്ളത്. 2024-25 സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് 382 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത്. ഓസ്ട്രേലിയൻ പരമ്പരയിലെ ആദ്യ കളിയിൽ സെഞ്ചുറി നേടിയ കോഹ്ലി അതിനുശേഷം ഒരൊറ്റ കളിയിൽ പോലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തില്ല. ഓഫ് സ്റ്റംപിന് വെളിയിൽ പോകുന്ന പന്തിൽ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്ന കോഹ്ലി ഇന്ത്യൻ ടീമിനൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇക്കുറി 5, 100, 7, 11, 3, 36, 5, 17 എന്നിങ്ങനെയാണ് വിരാട് കോഹ്ലിയുടെ സ്കോറുകൾ. പെർത്തിൽ നേടിയ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ അതിദയനീയമാണ് ഈ കണക്കുകൾ. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ കോഹ്ലി ഇത്തരത്തിൽ ദയനീയമായ ഫോമിലൂടെ കടന്നു പോകുന്നത് ആരാധകരെയും വല്ലാതെ നിരാശരാക്കുന്നുണ്ട്.